ഒരാൾക്ക് വെറും 250 രൂപയ്ക്ക് ഒരു പകൽ മുഴുവൻ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ട്. ഉച്ചയ്ക്ക് നല്ല നാടൻ ഊണ്, അതും മീൻകറിയും കൂട്ടി, പിന്നെ അതുപോലെ തന്നെ ചായയും ഐസ്ക്രീമും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഒക്കെ കൂടെ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോളിഡേയ്സ് വ്ലോഗ്. ഇത് മത്സ്യഫെഡിന്റെ പാലായ്ക്കരി ഫിഷ് ഫാം. ഈ സ്പോട്ട് വരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം ചെമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദൂരം അകത്തേക്ക് നടന്നു പോകാനുണ്ട്. അപ്പോൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഈ കായലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നടന്നു പോവാം. ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്ത് വരുവാണ്. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഫിഷ് ഫാമാണ്. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് കോട്ടയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, വിനോദേട്ടൻ്റെ ബിൻസേച്ചിയുടെ വീട്ടിൽ. അവിടെ പോയി ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ അവരുടെ കൂടെ വൈക്കത്ത് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പം ലഞ്ച് ടൈം ആയിരുന്നു. അപ്പം നമ്മൾ ഇനി നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. ഊണ് നല്ല നാടൻ ഊണായിരുന്നു കേട്ടോ. നല്ല മീൻകറിയൊക്കെ കൂട്ടിയിട്ട്, അത് മീൻ ഇവിടുന്ന് പിടിച്ച മീനാണെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ചേച്ചിമാരാണ് സെർവ് ചെയ്യുന്നത്. നല്ല നാടൻ ഭക്ഷണം, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല ഭക്ഷണമായിരുന്നു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാം. കുട്ടികളുമായിട്ട് വരുവാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ വന്ന ദിവസം ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒരുപാട് തിരക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ബോട്ടിങ്ങിനായിട്ടാണ് പോയത്. ഇവിടുന്ന് പെഡൽ ബോട്ടിലാണ് പോകുന്നത്. കുറേ സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം നല്ല വെയിൽ താഴ്ന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ ബോട്ടിൽ ഞങ്ങൾ കുറേ സമയം അവിടെ കറങ്ങി നടന്ന്. നമ്മൾ സാധാരണ ബോട്ടിങ്ങിനൊക്കെ പോകുമ്പം നല്ലൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വളരെ കുറച്ച് സമയമല്ലേ നമുക്ക് കിട്ടാറുള്ളത്. നമുക്കിവിടെ അങ്ങനെ ആയിരുന്നില്ല. കുറേ സമയം കിട്ടി, കുറേ സമയം എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല സേഫായിട്ടുള്ള ഒരു ബോട്ടിംഗ് ആയിരുന്നു. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എടുത്ത ഒരു 250 രൂപയുടെ ടിക്കറ്റ് ഉണ്ടല്ലോ, അതിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ കഴിച്ച ഭക്ഷണം, പിന്നെ ഒരു ചായ, ഐസ്ക്രീം, പിന്നെ ഈ ബോട്ടിങ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം ചൂണ്ടയൊക്കെ അവർ തരും. നമുക്കപ്പം ഈ കായലിൽ നിന്ന് തന്നെ മീനും പിടിക്കാം. അപ്പോൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോവാണ്. ചൂണ്ടയും മീനുള്ള ഫുഡും ഇവർ ഇവിടുന്ന് തരും. അപ്പം ഞങ്ങളുടെ ഒരു ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് കേട്ടോ. കാരണം നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകുന്നത്. അതും ചൂണ്ടയിട്ടിട്ട് മീനെ കിട്ടിയത് കരിമീനെയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഈ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ സമയം പോകുന്ന അറിയത്തേ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് മീനിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇനി വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇവർ ഞങ്ങളോട് പറഞ്ഞത് നമുക്ക് 1 കിലോയിൽ കൂടുതൽ മീൻ കിട്ടുവാണെങ്കിൽ അവിടെ കൊടുത്തിട്ട് പോകണം എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 1 കിലോയ്ക്ക് അടുത്താണ് മീൻ കിട്ടിയത്. അപ്പോൾ നമ്മളോട് വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. കോട്ടയം സൈഡിലേക്ക്, എറണാകുളം സൈഡിലേക്കൊക്കെ വരുന്നവർ, അതുപോലെ തന്നെ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നിങ്ങൾ ഒരു വെറും 250 രൂപയ്ക്ക് ഇത്രയും നമുക്ക് ഒരു ദിവസം ഫുള്ള് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് വന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.